ദാസപ്പന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഭാവി വധുവിന്റെ അല്ലേ കാമുകിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കാമുകിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്തിനാ? കക്ക വരാനായിട്ട്. അതെ അതെ. നമ്മുടെ ഇത്തരം കക്ക വായിട്ടുണ്ട് കേട്ടോ. വലിയ കക്കയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചരുവം നിറയാനായിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എടുക്കണല്ലേ നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ? എങ്ങോട്ടായിരുന്നു? കക്ക പുഴുങ്ങായിട്ടുണ്ട്. പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസപ്പൻ വീട്ടിൽ ഇരുന്ന് പോസ്റ്റ് അടിച്ചപ്പോ പിന്നെ നോക്കിയില്ല കേട്ടോ. ഞങ്ങൾ ഒരു 100 കിലോമീറ്റർ താണ്ടി നമ്മുടെ ദാസപ്പന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഭാവി വധുവിന്റെ അല്ലേ കാമുകിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കാമുകിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്തിനാ? കക്ക വരാനായിട്ട്. അതെ അതെ. 100 കിലോമീറ്റർ താണ്ടി കക്ക വരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതെ, ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോഴത്തേന് ഇവരെല്ലാം വിളിച്ചു പറഞ്ഞ് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ കണ്ടത്തിൽ മൊത്തം കക്കയാണ്. വാരി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടുന്നത്. അപ്പൊ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ ഒറ്റ മൈൻഡ് ഞങ്ങളിങ്ങനെ പോകുന്നത്. അതെ അതെ. അപ്പൊ കുറച്ചുപേര് വന്ന് കമന്റ് ഒക്കെ ഇടുന്നുണ്ട്, ദാസപ്പന്റെ കാമുകി ഏതാണ്, ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പൊ ഇതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പേര് ശ്രീകുട്ടി എന്നാണ് പേര്. അതെ. വീട് എന്തിനാണ് നിങ്ങളുടെ ടെൻഷൻ അടിക്കുന്നത്? ഇവിടെ കണ്ടത്തിലൊക്കെ എല്ലാരും വന്ന് കക്ക വരുന്നതാണ്. നമ്മുടെ അച്ചാമ്മയൊക്കെ വന്ന് എപ്പോഴും വരുന്നതാണ്. പക്ഷെ ഇപ്പൊ സീസൺ കഴിഞ്ഞ് മഴയൊക്കെ ആണ്ട് ഇപ്പൊ വെള്ളം കയറിക്കൊണ്ട് അവര് വരാറില്ല. നമ്മള് വരാൻ വന്നേക്കണേ. ഇച്ചിരിയൊക്കെ കക്കയുണ്ട്, നോക്കാം. ഇപ്പൊ തന്നെ സമയം ലേറ്റ് ആയില്ലേ? വലിയൊരു ചരുവായിട്ടാ വന്നേക്കുന്നില്ലേ? ചരുവോടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാരും ഉണ്ട്. പിന്നെ പുതിയ ആൾക്കാരെ കക്ക വരാൻ പഠിപ്പിക്കാൻ പോണേ. നീ കക്ക വാരിട്ടില്ലല്ലേ? പ്രഭാകരനൊക്കെ എറണാകുളത്ത് കുറച്ച് ആളുണ്ടായിരുന്നു. അതെ, കക്ക വയനാട് അല്ലേ? ഇപ്പൊ ഞങ്ങള് മാത്രമല്ല, ശ്രീകുട്ടിയുടെ കസിൻസും ഉണ്ട്. ഇത് സുതിമോള്, പ്രവീൺ ചേട്ടൻ എന്ന് പറയുമ്പോ കസിനല്ല, ശ്രുതിയുടെ പുള്ളിക്കാരനെ എല്ലാവർക്കും അറിയാലോ. ഇല്ലാപ്പി അറേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇന്ന് കക്ക വരാണ്ട് പോകുന്നല്ലേ? കക്ക വാരില്ല. ഞങ്ങൾ വന്നപ്പോ രണ്ടുകൂടെ കക്ക വാരിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നും കക്ക വരുമോ? ഇത് തന്നെ. അതെ ഗൈസ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് കക്ക വാരിയിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇപ്പൊ നേരെ ഒത്തിരി വൈകി കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തിനും മാക്സിമം ശ്രമിക്കാം. കക്ക വാരി കിട്ടുമല്ലോ, കുറെ കിട്ടും. അപ്പൊ ഇവിടെ വലിയൊരു ശ്രീകുട്ടിയാണ് വലിയൊരു ചരുവായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മൊത്തം വാരാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ രക്ഷയില്ല. അപ്പം കുമ്പളങ്ങി അല്ലേ? കുമ്പളങ്ങി. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെ എല്ലാം കക്കയുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് എവിടെ വേണേലും ചാടാം അല്ലേ? അതെ. അപ്പൊ എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ കക്ക വരാനായിട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ നേരെ ഇനി കണ്ടത്തിലോട്ട് ചാടാൻ വേണ്ടിയുള്ള പോക്കാണ്. ഇവിടെ മൊത്തം ഉപ്പുവെള്ളം കേട്ടോ. ഒന്നാമത് മുടിയൊന്നും ഇല്ല. ഈ ഉപ്പുള്ളത് ചായ പോകുമെന്ന് അറിയത്തില്ല. ഇതിന് പിന്നെ ഭയങ്കര ഉള്ള, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഉള്ളു കൂടുതലാണ് വേണ്ടേ? ഭയങ്കര എന്താ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ? ഞങ്ങളിത് ഇവിടെ തല കുത്തി മാറണം. കിട്ടിയണമല്ലോ. ഇല്ല, ചെളി കുറച്ച് ചെളിയുണ്ട്. കിട്ടിയോ? ഇല്ല. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഗൈസ്, അപ്പൊ ഇവിടെയുള്ള കക്കയല്ലേ ഇവര് വാരിയായിരുന്നു ഇതിനു മുമ്പ്. അപ്പൊ ഞങ്ങൾ ഇനി ഫ്രണ്ടോട്ട് പോകണം കേട്ടോ. എന്തോ വേണം അതിന്റെ തൊണ്ടോന്ന്. ഗൈസ്, അപ്പൊ ഇത്രയും കക്ക നമ്മള് വാരി എടുത്തിട്ടുണ്ട്, തപ്പി എടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടെ പറക്കിയ കക്കയാണ് ഇത്ര.
കിട്ടിയോ? ഇവിടെ തന്നെ പറിക്കാണത്. വലുതാക്കിയോ? നിന്റെ കാലായിരുന്നു അത്, വേറെ കക്കയായിരിക്കും. ഇത്രയും തപ്പിയിട്ട് 1.5 മണിക്കൂറായി ഞാൻ ഇവിടെ തപ്പാൻ. അതെ. ഹായ്. അത് നമ്മളെ അളിയൻ. അതാരാടാ പോന്നെ? അത് മറ്റേ സലീം കുമാർ. സലീം കുമാർ പോകും സൈഡിൽ കൂടെ. ഗൈസ് അപ്പൊ ഇത് ഞങ്ങൾ വെച്ചോണ്ടിരിക്കുകയാണ്. അതെ. അയ്യോ ഓർണ്ടായിരുന്നു അത് പോടാ. ഗൈസപ്പൊ കക്ക വാരുന്ന ഭയങ്കര പാടുള്ള പണിയാണ് കേട്ടോ. ഗൈസപ്പൊ കക്ക വാരിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അപ്പുറത്ത് ഇപ്പുറത്തെ എല്ലാവരും സ്പ്ലിറ്റ് ആയി പോയി പറക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനായിട്ട് ഒന്നും കിട്ടിയില്ല. ഞാനെല്ലാം വാരുന്നേണ്ടേ, എനിക്കാണെങ്കിൽ തോട് മാത്രമേ കിട്ടുന്നുള്ളൂ. യേശുവാണ് വാരുന്നുണ്ടടി. നീ ആദ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കണ്ടത്തിലൊക്കെ? ഗൈസ് അപ്പൊ ഞങ്ങളുടെ കുറെ നേരത്തെ കഠിന പരിശ്രമത്തിന് ശേഷം നമ്മൾ ഒരു ചരിവത്തിന്റെ കുറച്ചെങ്കിലും ഒരു ശതമാനെങ്കിലും നമ്മൾ കക്ക വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി. ബാക്കി കുറച്ച് പേരാണ് പുറകെ വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കക്ക. ഇനി പുഴുങ്ങണം അല്ലേ? ഇതൊരു പുഴുങ്ങണം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കക്ക വാരുന്നത് കേട്ടോ. വലിയ കക്ക. ഗൈസ് അപ്പൊ നമുക്ക് കിട്ടിയ കക്ക എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വലിയ കക്ക കേട്ടോ. നല്ല അടിപൊളി കക്കയാണ്, വലിയ കക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗൈസ് അപ്പത്തെ ഞങ്ങളിങ്ങനെ കക്ക വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എവിടെ വാരണമെന്ന് കൺഫ്യൂഷനാണ്. ഇത്രയും സ്ഥലം ഇങ്ങനെ നടക്കുവാണ്, എവിടെയൊക്കെ പോയി വാരണമെന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങൾ ഇതേ വാരിട്ടുണ്ട്, കുറെ കിട്ടിട്ടുണ്ട്. അതല്ലേ ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ ഇത്ര കിട്ടത്തുള്ളൂ അല്ലേ? ഇത്രേ ഉള്ളല്ലേ? അതെ. അപ്പോൾ ഇത്രയും കക്കയാണ് നമ്മൾ വാരിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ വാരാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് വാരണമെന്നാണ്. ഫുള്ള് വാരി കഴിഞ്ഞാൽ ഇത്രയും കിട്ടുമായിരിക്കില്ലേ? അപ്പം അയ്യോ ശരിയാ. അപ്പോൾ അവിടെ ആണെങ്കിൽ ശ്രുതിയൊക്കെ അവിടെ ആണ് വാരിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ വലിയ കക്കയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഗൈസപ്പത്തേ ഞങ്ങളിവിടെ യെസ് കക്കവാരിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൂന്നെണ്ണം. പേട്ടായിരുന്നു പേട്ട്. എനിക്ക് എന്നെ കക്കയുടെ തോടാ കിട്ടുന്നത്. കക്ക വാരലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലമുക്കാൻ പറ്റത്തില്ല. അതെ, ക്യാമറമാനൊക്കെ മുങ്ങിച്ചാകുവാണ് ഇവിടെ. ഇവിടെ നാടനാളായിരിക്കുകയാണ്. പ്രൊഫഷണൽ കക്കാവാരുന്ന ആളാണ്. കുട്ടനാട് വൈബ് അല്ല, ഇത് കുട്ടനാടല്ലേ? അല്ലല്ല, കുമ്പളങ്ങി. സോറി, കൊച്ചിക്കാരി. നിറച്ചിട്ടാണോ നീ? ഓ കാണിച്ചടാ. ഓ ഇത്ര ആയില്ലേ? ഗൈസ് അപ്പൊ നമ്മളിത് ഇത്രയും കക്ക വായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സത്യം പറഞ്ഞ കക്ക വാരുന്നത് ഭയങ്കര എളുപ്പമാണെന്നാണ് നമ്മൾ വിചാരം. പിന്നെ അത് മനസ്സിലായി. കിട്ടിയടാ 2 കക്കയാ 1.5 മണിക്കൂർ എടുത്തത്. കഴിച്ചപ്പോ കുടം നിറയാറായിട്ടുണ്ട് കേട്ടോ. നിറച്ചും കക്കയാണ്. കഴിച്ചപ്പോ ആസ്മനാണെങ്കിൽ ഓരോ കക്ക ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അത്ര കക്കയാണ് കഴിച്ചപ്പോ എനിക്ക് കിട്ടിയ കക്ക ഇതിനെ കാണിച്ചു തരാം കേട്ടോ. വേണ്ടേ? യെസ്. ആഹാ, ഇതപ്പോൾ അത്യാവശ്യം നല്ല വലിയ കക്കയാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെ, കണ്ടോ നമ്മുടെ ചരുവം നിറയാനായിട്ടുണ്ട്. നിറയുന്നില്ല, പക്ഷേ കക്ക ഇഷ്ടംപോലുണ്ട്. ആഹാ, കാണിച്ചടാ. ഇത്ര വായാണ് നീ കഴിച്ചപ്പോ നമ്മുടെ കാണിച്ചേ. ഇട ഇറ ചീത്ത ഉണ്ടല്ലേ? അതെങ്ങനെയാ ചീത്ത? ചെളിയാ അതിൻ്റെ. അപ്പൊ ഞങ്ങൾ കുറെ ചീത്ത പറക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചീത്തയായിട്ട് വരുന്നുണ്ട്.
കഷ്ടപ്പെട്ട് ഇറക്കിയിട്ട് വേണം. ഇതെല്ലാം തുറന്നു നോക്കി, ഇതെല്ലാം തുറന്നു നോക്കി. അപ്പൊ ഞങ്ങൾ വാരി മൊത്തം ചെളിയാണ് കേട്ടോ. അതല്ല ശ്രീകുട്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, ശ്രീകുട്ടികൾക്ക് മൊത്തം ഞാൻ പറഞ്ഞു കൊടുത്തതാ ഇതൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് വാരിയത്. വാരിയത് മൊത്തം ചീത്തയായിരുന്നില്ലേ, കൊള്ളാത്തതായിരുന്നില്ലേ? നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. അതെ അതെ. ആ കണ്ടോ തുറന്നൊക്കെ കണ്ടോ, തുറന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര രക്ഷപ്പെട്ടാന്ന്. ഗൈസ്, അപ്പം കുറെ നേരത്തെ കഷ്ടപ്പാടിനുള്ളിലാണ്ട് നമ്മൾ നമ്മുടെ ആ ചരുവത്തിൻ്റെ പകുതിയോളം ഇല്ലേ, എൻ്റെ ഇത്ര മാവോടെ ഉള്ളൂ നമ്മൾ വാരിയിട്ടുണ്ട്. പകുതി എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ ശ്രുതിയൊക്കെ ആണെങ്കിൽ കലത്തിനകത്ത് മൊത്തം വാരി നമ്മൾ ഇരുന്ന് വാരി. പിന്നെ കുറച്ചൊക്കെ കൊള്ളാത്ത കക്കയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ബാക്കി ഞങ്ങൾ ഇപ്പോൾ തന്നെ കളഞ്ഞിട്ടു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എന്താ പരിപാടി? ആ എടുക്കണമല്ലേ, ഇനി ഇതെല്ലാം പുഴുങ്ങണം. നമ്മുടെ കക്കയെല്ലാം പുഴുങ്ങിയിട്ട് അതിൻ്റെ ഇറച്ചി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി നല്ല അടിപൊളി കക്ക ഇറച്ചി വെക്കാനായിട്ട്. അപ്പോൾ ഇനിത് അങ്ങ് വരെ ഇനിയും പോകണം ഇതുമായിട്ട് ഇനി. അതെ രേഷു, നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ? എങ്ങോട്ടായിരുന്നു? സൂപ്പർ അല്ലേ? അയ്യോ അയ്യ, ഞങ്ങൾ നിൽക്കുന്നത് നല്ല ചെളിയാണ് കേട്ടോ, നല്ല മുട്ടറ്റൻ ചെളിയുണ്ട്. ചെളിക്കകത്ത് നടന്ന് പോകണം. ഇനി നമുക്ക് എന്തായാലും കരക്കോട്ട് പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കക്കയൊക്കെ വാരി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മൂമ്മയൊക്കെ നമുക്ക് പഴംപൊരി അതെ ഏത്തക്കപ്പവും ചായ കൊണ്ട് തന്നെ കേട്ടോ. എല്ലാവരും ഫാമിലി എല്ലാവരും പരിചയപ്പെടുത്തി തരാം കേട്ടോ. ശ്രീകുട്ടാ, ആ ഇതാണ് നമ്മുടെ ശ്രീകുട്ടിയുടെ അമ്മ. ഇത് അച്ഛൻ, അച്ഛാമ്മയാണിത്, അച്ഛൻ്റെ അമ്മ. ഹായ് മീനാക്ഷി, അച്ഛമ്മയുടെ പേര് മീനാക്ഷി, അച്ഛൻ്റെ പേര് ബാബു, അമ്മയുടെ പേര് അംബിക ബാബു. അതെ, എന്റെ ബ്രദർ ശ്രീകു. അതാണ് ഇത് ഞങ്ങളുടെ അഞ്ചേട്ടയാണ്. ഞങ്ങൾ എല്ലാരും കൂടി കക്ക പിടിക്കാൻ. അതെ, ഗസ്റ്റ് വന്നിട്ടുണ്ട്. അതെ, നന്ദു വരിക്കോലിൽ, കഞ്ചുകുളങ്കര നന്ദു. ഇതിപ്പോൾ ഇവര് ചേർത്തല ഉണ്ടായിരുന്നു, ബ്രോ ആണെങ്കിൽ ചേർത്തല തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും പോകുന്നതാണ് കേട്ടോ. പിന്നെ എന്തോ ഉണ്ട് പിന്നെ സുഖം ഗൈസ്. അപ്പോൾ നമ്മൾ വാരിക്കൊണ്ട് വന്ന കക്ക മൊത്തം നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാമ്മയാണ് പുഴുങ്ങുന്നത് അല്ലേ? അതെ അതെ, അച്ചാമ്മയാണ് കക്ക പുഴുങ്ങാനായിട്ടുണ്ട്. പ്രൊഫഷണൽ കക്ക പുഴുങ്ങാരി. ഇത് കക്ക പുഴുങ്ങി അതിൽ നിന്ന് എത്തിലും അതിന്റെ മാംസവും വേർതിരിച്ചെടുക്കണം. ആ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കക്കയൊക്കെ വാരി വീട്ടിൽ പോയി റെഡി ആയിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ അച്ചാമ്മയാണെങ്കിൽ കക്ക ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ടല്ലേ? ഗൈസ്, അപ്പോൾ നമ്മുടെ കക്കയെല്ലാം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പരിപാടി തുടങ്ങാൻ പോകട്ടെ. മെയിൻ പരിപാടി നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പാത്രം എല്ലാം ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിക്കാൻ പോണ്. എണ്ണ ഒഴിച്ചിട്ട് ആയിട്ടോ സവാള ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പിടാൻ വേണ്ടി സവാള ഇടാൻ വേണ്ടി കക്ക ഇടാൻ പോവുകയാണ്. ആയിട്ടോ ജയ്സപ്പോൾ നമ്മൾ കത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ കക്കയെല്ലാം വറുത്ത് തന്നെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ അതെ, ജയ്സപ്പോൾ ഇവിടെ നമ്മുടെ കക്കയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ മസാല ഇടാം. ആ ഇടാം, ഇട്ടോ. മസാല ആ അതെ, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, കറി മസാല,
ഗൈസ്, അപ്പോൾ നമ്മുടെ കക്ക വറുത്തതെല്ലാം നമ്മുടെ അച്ചാമ്മ നല്ലോണം സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനിയും തിന്നാൻ മാത്രം മതി അല്ലേ? അതെ അതെ ഗൈസ്, അപ്പോൾ നമ്മുടെ കക്ക വറുത്തതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതാണ് വേറെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാണ് നല്ല ചക്കപ്പുഴുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇന്നത്തെ സ്പെഷ്യൽ ഇതിൻ്റെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കും കക്ക വറുത്തതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ അച്ചാവ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. അച്ചാവേ കഴിക്കേ, ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അച്ചാവ വെച്ചേ കക്ക ചക്കപ്പുഴുക്കും കക്കായും നല്ലതാണ്. കഴിക്കുന്നതിന് പറയില്ല. കഴിച്ചിട്ട് പറ. തിന്നിട്ട് പറ എങ്ങനെയുണ്ട്, തിന്നത് എങ്ങനെയുണ്ട്? തിന്നത് നല്ലതാ. ചക്കപ്പുഴുക്കും കക്കായും ചാമ വെച്ചാണ്. അപ്പൊ കഴിക്കും. എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാം. ആ ടേസ്റ്റ് കഴിക്കച്ചോ, എല്ലാരും കഴിക്കേ. എങ്ങോട്ട് കൊള്ളാല്ലേ? എങ്ങോട്ട് അടിപൊളി അടിപൊളി സൂപ്പർ. ചക്കപ്പുഴുക്കും കുറച്ച് ഇതോടെ ഇങ്ങനെ കുഴച്ചെടുക്കാറോ. സൂപ്പർ അല്ലേ? അപ്പൊ രേഷമാണെങ്കിൽ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. അവിടെ ചക്കയും രേഷു കഴിക്കത്തില്ല, കക്ക കഴിക്കത്തില്ല, ചക്ക കഴിക്കത്തില്ല. അതോട് ഗൈസ്, അപ്പൊ എല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാനൊന്ന് ടേസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പം സൂപ്പർ, രക്ഷയില്ല, അടിപൊളി സാധനം. ഗൈസ്, അപ്പം ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പറായിരുന്നു. സൂപ്പർ ആയിരുന്നല്ലേ? അച്ചാവ എങ്ങനെ ഉണ്ടായിരുന്നു? ചക്കപ്പുഴുക്കൊക്കെ സൂപ്പർ ആയിരുന്നല്ലേ? അച്ചാവയാണ് നമുക്ക് കക്കയിറച്ചിയൊക്കെ വെച്ച് തന്നത്. പിന്നെ അച്ഛനും അമ്മയൊക്കെയാണ് ഇവിടെ കുക്ക് ചെയ്യാനെല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ. അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സൂപ്പർ 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 ആയിരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ? സൂപ്പർ അല്ലായിരുന്നു? പറ. സൂപ്പർ ആയിരുന്നു. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഉച്ച തൊട്ട് വാരിയ കക്കയാണ് കേട്ടോ. ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നല്ലേ? കുറെ നേരം കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും കിട്ടിയത്. രാവിലെ വാരിയായിരുന്ന അത് മൊത്തം വാരായിരുന്നല്ലേ? കുറെ കിട്ടിയതിനും. അതാണ്. എത്ര കിലോ കാണുമായിരുന്നു അമ്മ? അത് 1 കിലോ 1.5 കിലോ 1.5 കിലോ കാണുമായിരുന്നല്ലേ? അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ഇല്ലാതെ വന്നോണ്ടായിരുന്നു അല്ലേ? ഒരു ദിവസം നമുക്ക് വന്നിട്ട് മൊത്തം വാര ഇവിടുത്തെ അല്ലേ? അപ്പം കണ്ടത്തിലെ മൊത്തം മൊത്തം കക്കയും വരാം. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഒത്തിരി ലേറ്റ് ആയി. ഞങ്ങൾക്ക് ഇനി അങ്ങ് ചെങ്ങന്നൂർ വരെ പോകണം. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്താനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞാൽ അങ്ങോട്ട് നീട്ടുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.